മക്കളെ, ഇപ്പം നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? നന്നായിട്ട് ആസ്വദിച്ച് അങ്ങോട്ട് വായിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പം നമുക്ക് തന്നിട്ടുള്ളത് ഒരു കഥയോ അല്ലെങ്കിൽ കവിതയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കഥയുടെയോ അല്ലെങ്കിൽ കവിതയുടെയോ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, 2 or 3 തവണ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വായിക്കണം. ഇനി അതിനുശേഷം നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഓക്കെ, അതിലാദ്യം തന്നെ ഈ കഥ അല്ലെങ്കിൽ കവിതയുടെ രചയിതാവ് ആരാണ്, കഥ അല്ലെങ്കിൽ കഥയുടെ പ്രമേയം എന്താണ്, അതേപോലെ തന്നെ കവിത അല്ലെങ്കിൽ കഥയുടെ ആശയം എന്താണ്, അതായത് ആദ്യം രചയിതാവ് ആരാന്ന് നോക്കണം, പിന്നെ പ്രമേയം എന്തിനെ കുറിച്ചിട്ടാണ് അത് പറയുന്നതെന്നുള്ളത് നോക്കണം, അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്താണ്, അതിലെന്താണ് ആ ആശയം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കവിതകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ആകർഷകമാകുന്ന കുറേ ഘടകങ്ങൾ ഉണ്ടായിരിക്കില്ലേ. അതിൽ പദപ്രയോഗമാകാം, അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ആവർത്തനം, വാങ്മയ ചിത്രങ്ങൾ, വരികൾ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അവിടെ അതിനെ പ്രത്യേകമാക്കുന്ന കുറച്ച് ഘടകങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ അതിന് സമകാലിക പ്രസക്തി അല്ലെങ്കിൽ ആനുകാലിക പ്രാധാന്യം എന്താണ്, അതായത് ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു കഥ അല്ലെങ്കിൽ കവിതയ്ക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കഥ അല്ലെങ്കിൽ കവിതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ തന്നിരിക്കുന്ന കവിത ഒന്നിലധികം വായിച്ചിട്ട് അതായത് കുറേ തവണ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിരുത്തി വായിച്ചിട്ട് ഉചിതമായിട്ടുള്ള ഒരു ശീർഷകം കൊടുക്കണം. ഓക്കെ, ആസ്വാദനക്കുറിപ്പിന് എന്ത് വേണം? ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ഒരു ശീർഷകം വേണം. പിന്നെ ആസ്വാദനക്കുറിപ്പിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ പാരഗ്രാഫായിട്ട് തിരിച്ച് നമുക്ക് എഴുതാം, അതായത് 3 പാരഗ്രാഫായിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റത്തെ പാരഗ്രാഫിൽ കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും ഒക്കെ പരാമർശിക്കണം, കവിതയുടെ മുഖ്യ പ്രമേയത്തെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമാക്കണം. അതായത് ഇത് ആരുടെ കവിതയാണ് നമ്മളിത് എഴുതുന്നത്, പിന്നെ അതേ ഈ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത് ആരുടെ കവിതയാണ്, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കവിതയുടെ മുഖ്യമായിട്ടുള്ള ആശയം എന്താണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ നമ്മൾ പറയാനായിട്ട്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കവിതയുടെ ആശയം വ്യക്തമാക്കണം. ഓക്കെ, അപ്പോൾ കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം? കവിതയുടെ പ്രത്യേകതകൾ, അതായത് അവിടെ എന്തെങ്കിലും സവിശേഷ പ്രയോഗങ്ങൾ, ആ കവിതയുടെ ഭാവം എന്താണ്, സാദൃശ്യ കൽപ്പനകൾ എന്തെങ്കിലും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സമകാലിക പ്രസക്തി എന്താണ്, കവിത നൽകുന്ന സന്ദേശം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ പാരഗ്രാഫിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്വന്തം നിരീക്ഷണങ്ങൾ, നമ്മൾ ആ കവിതയിൽ നമ്മൾ സ്വന്തമായിട്ട് നിരീക്ഷിച്ച കാര്യങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും ഒക്കെ നമുക്ക് അവിടെ ചേർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 പാരഗ്രാഫായിട്ട് നമ്മൾ നമ്മുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ കവിതയാണെന്നുണ്ടെങ്കിൽ കഥയ്ക്കും ഇതേപോലെ തന്നെ നമുക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് കഥയുടെ പ്രമേയം, ആഖ്യാന രീതി, ഭാഷ, കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ, സമകാലിക പ്രസക്തി, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമുക്ക് കഥയ്ക്കാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഹെഡിങ് വേണം, പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ പാരഗ്രാഫായിട്ട് മെയിനായിട്ട് 3 പാരഗ്രാഫെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട്. ഓക്കെ, ഇനി ഇതേപോലത്തെ നമ്മൾ ആസ്വാദനക്കുറിപ്പുകളൊക്കെ അതിനൊരു മാതൃകകളൊക്കെ നിങ്ങൾക്ക് അറിയണം അല്ലേ. എങ്ങനെയാണ് ഇതിപ്പോൾ മിസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് മാത്രമല്ല പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാതൃകകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ രാത്രി കൃത്യം 7:30 നമ്മുടെ ലൈവ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈവിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആസ്വാദനക്കുറിപ്പിൻ്റെ ഒരു മാതൃകയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കരുത്, കറക്റ്റായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം.